മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കൾക്ക് അവർ ഭാരമായിത്തീരുന്ന ഒരു കാലഘട്ടമാണിന്ന്. എന്നാൽ ഇതിനൊക്കെ അപവാദമായിട്ട് ചില കുടുംബങ്ങളെങ്കിലും മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി സ്നേഹിക്കുന്ന കുടുംബങ്ങളുണ്ട്. അത്തരം കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയാണ് മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് നിങ്ങളെ അറിയിക്കാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഈ പ്രോഗ്രാം 100 എപ്പിസോഡ് പൂർത്തിയാവുകയാണിപ്പോൾ. ഈ പ്രോഗ്രാമിനോട് സഹകരിച്ച എല്ലാ കുടുംബങ്ങളെയും എല്ലാ പ്രേക്ഷകരെയും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവരെയും വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു പുതിയ കുടുംബത്തെ പരിചയപ്പെടാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചേർത്തല ലിസ്യു നഗർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകയിലെ ചാമാക്കിച്ചിറ അല്ലെങ്കിൽ കുട്ടിത്തറ എന്നൊക്കെ അറിയപ്പെടുന്ന ഭവനം. കുടുംബനാഥൻ 34 വർഷം മുമ്പ് മത്തായി എന്നു പേരുള്ള കുടുംബനാഥൻ മരിച്ചു. ജീവിത പങ്കാളി മറിയം 101 വയസ്സ് പൂർത്തിയാക്കുന്ന വളരെ സന്തോഷകരമായ അനുഭവം. ഒത്തിരി കഷ്ടപ്പാടിലൂടെ ദൈവം നൽകിയ 10 മക്കളെയും സ്നേഹവും വിശ്വാസവും കൊടുത്ത് വളർത്തിയതിൻ്റെ നല്ല വിളവെടുപ്പാണ് ഇന്ന് അമ്മ. ഈ അമ്മയുടെ 101ാം ജന്മദിനം മക്കൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. മക്കളെല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ സാന്നിധ്യം അമ്മയ്ക്കും സന്തോഷം, മക്കൾക്കും സന്തോഷം. ആ കുടുംബത്തിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കുട്ടിത്തറ മറിയം മത്തായിയുടെ ഭവനം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് വാരനാടാണ് ഇവരുടെ ഭവനം. ലിറ്റിൽ ഫ്ലവർ ചർച്ച് വാരനാടാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് കുട്ടിത്തറ മറിയം മത്തായി എന്ന ഈ ഭവനത്തിൻ്റെ വിളക്കായ അമ്മ. അടിയുറച്ച വിശ്വാസ ജീവിതത്തിലൂടെ ജീവിതത്തിലെ സഹനങ്ങളെയും ത്യാഗങ്ങളെയും സ്വീകരിച്ച് വാർദ്ധക്യത്തിൽ നിറഞ്ഞ ആനന്ദം അനുഭവിക്കുകയാണ് ഈ അമ്മ. എൻ്റെ പേര് മേരി. എൻ്റെ അമ്മയുടെ 22ാമത്തെ വയസ്സിലുള്ളതാണ് ഞാൻ. ഞങ്ങൾ 11 മക്കളാണ്. 2 പെണ്ണും 9 ആണും. അതിൽ ഒരു പെങ്കൊച്ച് മരിച്ചുപോയി. ഞങ്ങളിപ്പം 9 ആണും 1 പെണ്ണുമുണ്ട്. പിന്നെ എൻ്റെ മക്കൾ 4 പേരാണ്. 1 പെണ്ണും 3 ആണും. ടോമിച്ചൻ, കുഞ്ഞുമാൻ, തങ്കായി, റീത്താമ്മ, ഇങ്ങനെ 4 പേരാണ് എനിക്കുള്ളത്. പിന്നെ എൻ്റെ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി. ഈ 11 കുഞ്ഞുങ്ങളെയും വളർത്താൻ വേണ്ടി അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തൊണ്ട് തല്ലി ചകിരി വിരിച്ചുമാണ് ഞങ്ങളെയൊക്കെ അമ്മയും ചാച്ചനും കൂടെ വളർത്തി കൊണ്ടുവന്നത്. എൻ്റെ അപ്പച്ചനെന്ന് എൻ്റെ ഭാര്യയാണ് അടുത്ത് നിൽക്കുന്നത്. മക്കളും പേരക്കുട്ടികളെ അടുത്ത് നിൽക്കുന്നത്. അമ്മയ്ക്ക് 101 വയസ്സായി. അമ്മ
അധ്വാനിച്ച് ആണ് ഞങ്ങളെല്ലാവരും വളർത്തിയത്. അമ്മ വളരെ പ്രയാസപ്പെട്ടൊക്കെയാണ് ഞങ്ങൾ വളർത്തി. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഒന്നും തരാനൊക്കെ കഴിഞ്ഞില്ല. ഞങ്ങളൊക്കെ അധ്വാനിച്ച് വന്നവർ. എൻ്റെ പേര് അന്നമ്മ. ഞങ്ങൾ 10 മക്കളാണ്. ഞാനാണ് മൂത്ത മരുമോൾ. ഞങ്ങൾ വളരെ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെയാണ് കഴിഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് മാതൃക അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃക പ്രകാരം ഞങ്ങൾ വളർത്തി എല്ലാവരും കഷ്ടപ്പെട്ട് ഇത്തരം കാലങ്ങളൊക്കെ ജീവിച്ച്. എനിക്ക് 4 മക്കളാണ്. മക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഞങ്ങൾ തൊരുമയോടുകൂടി ജീവിക്കുകയാണ്. എൻ്റെ പേര് പൗലോസ്. എൻ്റെ ഭാര്യയുടെ പേര് റാണി. മകൻ്റെ പേര് സോജു. മരുമകളാണിത് മെറീന. ഇവയെന്നാണ് കുഞ്ഞിൻ്റെ പേര്. എൻ്റെ പേര് റാണി. ഞാൻ അമ്മയുടെ 2ാമത്തെ മരുമോളാണ്. പിന്നെ വന്നിട്ടിപ്പം 40 വർഷമായി. കഴിഞ്ഞ നവംബർ 28-ാം തീയതി 40 വർഷം തികഞ്ഞു. പിന്നെ ഞാൻ അമ്മയുടെ കൂടെ 9.5 വർഷം ഇവിടെ ജീവിച്ചിട്ടാണ് ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മാറി താമസിച്ചത്. അപ്പം അങ്ങോട്ട് മാറി താമസിച്ചിട്ട് 30 വർഷമായി. പിന്നെ അമ്മയും ഇച്ചാച്ചനും ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ മാതൃകയായിരുന്നു. കഷ്ടപ്പെട്ട് അവരുടെ 9 മക്കളെയും 10 മക്കളെയും വളർത്തിയ ആ കാഴ്ചപ്പാടിലൂടെയാണ് ഞങ്ങളും കണ്ടു വളർന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഇങ്ങനെ അധ്വാനിച്ചൊക്കെ വളർത്തി. അവരൊക്കെ ഇന്നിപ്പോൾ ഒരു നല്ല നിലയിൽ ആണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ പേര് വർഗീസ്. എൻ്റെ അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മച്ചി എന്നെ ഞങ്ങളെ വളർത്തിയത് പ്രാർത്ഥന രൂപയിലാണ് വളർത്തിയത്. പള്ളിയിൽ പോകാനായിട്ട് ഞങ്ങളെ നിർബന്ധിച്ച് പള്ളിയിലൊക്കെ വിടുമായിരുന്നു. ഇവിടുന്ന് ചാലിപ്പള്ളി വരെ ഞങ്ങൾക്ക് പോകണമായിരുന്നു. വേദപാഠത്തിനാണെങ്കിലും ഞങ്ങളെ നല്ലപോലെ വളർത്തി. ഞങ്ങളെ ഈ മക്കളെ വളർത്തി അവർ വളരെ ഭയങ്കര കഷ്ടപ്പെട്ട് 10 മക്കളെ വളർത്താൻ വളരെ കഷ്ടപ്പെട്ട് ആ അമ്മച്ചിയുടെ നല്ല ഓർമ്മയിൽ ഞങ്ങൾ ജീവിക്കുകയാണ്. എൻ്റെ പേര് റോസമ്മ. ഞാനിവിടെ വന്നിട്ട് ഇപ്പം 44 വർഷം കഴിഞ്ഞ്. അമ്മ നല്ല സ്നേഹത്തോടു കൂടി തന്നെ ഞങ്ങളെല്ലാവരെയും നയിച്ചിട്ടുള്ളത്. മക്കളെ പേരക്കിടാങ്ങളായിട്ടാണേലും അമ്മയ്ക്ക് വലിയ കാര്യമൊക്കെയാണ്. എല്ലാവരുടെയും കാര്യം എല്ലാം തിരക്കുകയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു അമ്മ. മക്കളുടെ സ്നേഹലാളനങ്ങളേറ്റ് പരാതികളില്ലാതെ തലമുറകൾക്ക് മാതൃകയാവുകയാണ് മറിയം മത്തായി എന്ന ഈ അമ്മ. എൻ്റെ പേര് പാപ്പച്ചൻ. എനിക്ക് 2 മക്കളാണ്. മൂത്തവൻ ജിൻസ്, 2ാമൻ ബിജു. ജിൻസിൻ്റെ ഭാര്യയാണ് വലതുഭാഗത്ത് നിൽക്കുന്നത്. എൻ്റെ ഭാര്യ മരിച്ചുപോയി. എൻ്റെ അപ്പൻ നന്നായിട്ട് ഞങ്ങളെ അധ്വാനിച്ചാണ് ഞങ്ങളെ 10-11 പേരെയും വളർത്തിയത്. അതിൽ ഒരു പെൺകുട്ടി മരിച്ചുപോയായിരുന്നു. ആ പെൺകുട്ടി 4.5 വയസ്സാണ് മരിച്ചത്. ഒത്തിരി കഷ്ടപ്പാടിൽ കൂടെയാണ് ഞങ്ങൾ ഇത്ര വളർന്നു വന്നത്. എൻ്റെ പേര് ജോയി. ഇത് ഭാര്യ മോളി. ഇത് മകൻ CMI സഭാംഗമാണ്. മകള് UK-യിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ അമ്മയെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ വളർച്ചയിലും ഏറ്റവും മുൻപന്തി നിന്ന അമ്മയാണ്. ചാതൻ്റെ മരണശേഷം ഞങ്ങളെ വേണ്ട പരിപാലനയിൽ വളർത്തി വലുതാക്കി പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജെറിന് അച്ഛനെയും മകളെ വളർത്തി പരിപാലിച്ച അമ്മയാണ്. നല്ല സ്മരണയാണ് ഞങ്ങൾക്ക് അമ്മയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എൻ്റെ പേര് മോളി. ഞങ്ങളിന്നും ജീവിച്ചു പോണത് ഞങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ അമ്മയാണ്. ഞങ്ങളെ അല്ല ഞങ്ങളുടെ മക്കളെ ഇത്രയും വലുതാക്കി എടുത്തത് പിന്നെ തമ്പുരാൻ്റെ കൃപയും മാത്രമാണ്. എല്ലാം പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വലിയ വാക്ക് നിർത്തുന്നു. എൻ്റെ പേര് തോമച്ചൻ. ഞാൻ 7ാമത്തെ മകനാണ്. എൻ്റെ ഭാര്യ കുഞ്ഞുമോള്, മകൻ ജസല്, മകള് ജാസ്മിൻ. അമ്മ ഞങ്ങളെ നല്ലപോലെ അധ്വാനിച്ചാണ് വളർത്തിയത്. ചൈരി വിരിച്ചും തൊണ്ടുതല്ലിയാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളെ ഒരുമാതിരി നല്ല നിലയിൽ എത്തിച്ചു. പിന്നെ സ്ത്രീക്ക് അധ്വാനിച്ചാണ് അവർ വീട് പുലർത്തിയിരുന്നത്. എൻ്റെ പേര് കുഞ്ഞുമോള്. ഞാൻ 7ാമത്തെ മരുമകളാണ്. ഞാൻ വന്നിട്ട് 31 വർഷം ആയി. ഞാൻ മന്നേന് മുമ്പ് ഇച്ചാച്ചൻ മരിച്ചുപോയി. പിന്നെ അമ്മയാണ്. അമ്മയായിട്ട് നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത്.
എൻ്റെ പേര് മൈക്കിൾ. ഞാൻ അമ്മയുടെ 10ാമത്തെ മകനാണ്. എൻ്റെ ഭാര്യ ആലീസ്, മകൾ ഏഞ്ചൽ, മകൻ മാത്യു. ഞങ്ങളുടെ അമ്മ 100 വയസ്സ് പിന്നിട്ട് 101 സഞ്ചരിച്ച് അടുത്ത മാസം കഴിയുമ്പോൾ 102 പ്രവേശിക്കുകയാണ്. അമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം അമ്മയുടെ ജീവിതം ഞങ്ങൾക്ക് ശക്തിയും അമ്മയുടെ കൊന്ത പിടിച്ചുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് ഊർജവുമാണ്. 11 മക്കളെ പ്രസവിച്ച അമ്മയാണ് ഞങ്ങളുടേത്. ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ സഹിച്ചിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മ ഞങ്ങൾക്കെല്ലാം ചോറ് വിളമ്പി തന്നതിന് ശേഷം ആ വലിയ കലത്തിൽ അവശേഷിക്കുന്ന 1-2 വറ്റെടുത്ത് കറിച്ചട്ടിലിട്ട് കഴിക്കുന്ന അമ്മയെയും ഞങ്ങൾക്കെല്ലാം ചോറ് വിളമ്പി തന്നതിന് ശേഷം കലത്തിലൊന്നും അവശേഷിക്കാതെ വരുമ്പോൾ ഞാൻ കഴിച്ചു എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് പോകുന്ന അമ്മയെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഈ നാടിൻ്റെ പ്രത്യേകതയാണ് തൊണ്ട് തല്ല്, ചകിരി വിരുത്തമൊക്കെ. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കാണുന്നത് തൊണ്ട് തല്ലുന്ന ഒരമ്മയെയാണ്. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും കാണുന്നത് തൊണ്ട് തല്ലുന്ന ഒരമ്മയെയാണ്. അങ്ങനെയേറെ കഷ്ടതകൾ സഹിച്ചാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ മക്കളൊന്നും വൃഥാവിലായില്ല. ഞങ്ങളുടെ അമ്മയുടെ മക്കൾ ഉന്നത ഉദ്യോഗസ്ഥരോ ഉന്നത ധനാഠ്യരോ ഒന്നും ആയില്ലെങ്കിൽ കൂടിയും ഞങ്ങളുടെ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലുമൊക്കെ എല്ലാ മക്കളും എല്ലാവർക്കും പ്രചോദകമാകത്തക്ക രീതിയിൽ വർത്തിക്കുന്നുണ്ട്. പള്ളിയോടും പള്ളിയിലെ എല്ലാ പ്രസ്ഥാനങ്ങളോടും വളരെയധികം ബന്ധപ്പെട്ടാണ് മക്കൾ ജീവിച്ചു വരുന്നത്. എൻ്റെ പേര് ആലീസ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷമായി. ഈ 21 വർഷമായിട്ട് ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയെല്ലാം പഠിപ്പിക്കുന്നതും സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് പിന്നെ സ്തുതി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതൊക്കെ അമ്മയുടെ ഒരു ദിവസമുള്ളൊരു പിന്നെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നല്ലൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അമ്മ വീട്ടിലുള്ളത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം വീട് അടച്ചിട്ട് പോകാതെ എനിക്കത് സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് യോഹന്നാൻ, ഭാര്യ ജോളി. അമ്മച്ചിയുടെ 11ാമത്തെ മകനാണ് ഞാൻ. ഞാൻ ഇളയത് കൊണ്ട് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ അമ്മച്ചിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതം, അമ്മച്ചി 7:30 രാത്രി 7:30 പ്രാർത്ഥന നിർബന്ധമാണ്. അപ്പോൾ ഞാൻ താമസിച്ചാലും അമ്മച്ചി ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഒരു മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഞങ്ങൾ പ്രാർത്ഥന. പിന്നെ ഞങ്ങൾ വളർച്ചയ്ക്കെന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെ ആത്മീയമായ ഒരു വളർച്ചയായിരുന്നു അമ്മച്ചി നയിച്ചുകൊണ്ടിരുന്നത്. വെളുപ്പിനെ ഞാൻ 4 മണിക്ക് 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ കട്ടിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രാർത്ഥന ചെല്ലുന്ന അമ്മച്ചിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അമ്മച്ചി എപ്പോഴും പ്രാർത്ഥനയ്ക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അമ്മച്ചിക്ക് ഇപ്പോഴും ഇത്രയും പ്രായം ഉണ്ടെങ്കിലും അച്ഛൻ പ്രത്യേക ഭവനത്തിൽ ദീപികാരണം കൊണ്ടുവരുമ്പോൾ ഈ ആരാധിക്കാനും കുംസാരിച്ച് കുർബാന കൈക്കൊള്ളാനും പ്രത്യേകം ഉത്സാഹം കാണിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോളി. ഞാൻ 11ാമത്തെ മരുമകളാണ്. അമ്മച്ചി നല്ല സ്നേഹമുള്ള അമ്മച്ചിയാണ്. എന്നെ വലിയ കാര്യമാണ്. കൊച്ചുമക്കൾക്കും ഏറെ പ്രിയങ്കരിയാണ് ഈ അമ്മ. എൻ്റെ പേര് ടോമി എന്നാണ്. അമ്മച്ചിയുടെ മൂത്ത മകളായ മേരിയുടെ 2ാമത്തെ മകനാണ് ഞാൻ. മൂത്ത മകൾ റീത്താമ്മ ഇവിടെ അടുക്കെ തന്നെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഇത് വല്യമ്മച്ചിയല്ല, ഞങ്ങൾക്ക് ഇത് അക്കരെ അമ്മയാണ്. കാരണം മൂത്ത മകളെ കെട്ടിച്ച് വിട്ടത് വൈക്കത്താണ്, ഇത് വാർനാടാണ്. വൈക്കത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വാർനാട്, അക്കരെ ഇക്കരെ. അപ്പം ഞങ്ങൾ അമ്മച്ചീനെ വിളിക്കുന്നത് അക്കരെ അമ്മ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കരയിലെ അമ്മ. ഈ അമ്മച്ചീനെ പറ്റി
ഒത്തിരി പറയാനുണ്ട്. ഇപ്പം തന്നെ അമ്മച്ചി പറഞ്ഞു എനിക്ക് എല്ലാവരും വേണം എന്നാണ് അമ്മച്ചി പറഞ്ഞത്. എനിക്ക് എല്ലാവരും വേണം. അത് തന്നെയാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടാനുണ്ടായ സാഹചര്യം. എല്ലാവരും വേണം. ഈ അമ്മച്ചി ആരെയും ഒരു മക്കളെയും ഒഴിച്ചു നിർത്തിയിട്ടില്ല. എല്ലാ മക്കളെയും ഒരുപോലെയാണ് കാണുന്നത്. ഇന്ന് 101 ജന്മദിനം ആഘോഷിക്കുന്ന അമ്മച്ചിക്ക് എൻ്റെ ഈ കുടുംബത്തിൻ്റെ സകലവിധ ആശംസകളും ഇനിയും കൂടുന്നാൾ വീഴ്ത്തി. എൻ്റെ പേര് ജെറിൻ. ഞാൻ CMI സഭാംഗമാണ്. കൊച്ചി പ്രൊവിൻസിലത്തെ അംഗമാണ്. ഞാൻ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സ്നേഹത്തിന് മറ്റൊരു വാക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അമ്മ തന്നെയാണ്. കാരണം ഞാനെന്നല്ല, ഞങ്ങൾ കൊച്ചുമക്കളെല്ലാവരും തന്നെ ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് ഞങ്ങളെല്ലാവരും കളിച്ചു വളർന്നത്. ഞങ്ങൾ കുഞ്ഞുനാളിൽ സ്കൂളൊക്കെ വിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും അമ്മ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഒരുക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കും. ഞങ്ങൾ കുഞ്ഞായിരുന്ന നാളുകളിൽ ഞങ്ങളെല്ലാവരുടെയും വിശ്വാസ വളർച്ചയിലൊക്കെ അമ്മ ഒരുപാട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അമ്മ 101ൻ്റെ നിറവിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അമ്മച്ചിക്ക് ജന്മദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടു കൂടി നേരുകയാണ്. എൻ്റെ പേര് മത്തായി എന്നാണ്. തങ്കച്ചൻ എന്ന് വിളിക്കുമെങ്കിലും എനിക്ക് മത്തായി എന്ന പേര് പറയാനാണ് താല്പര്യം. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് മത്തായി എന്നാണ്. മാത്തൻ എന്നറിയപ്പെട്ടിരുന്ന എൻ്റെ വെല്ലിച്ചാച്ചനെ തന്നെ ഒരു റോൾ മോഡലാക്കാനാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ പാതയിൽ 34 വർഷം മുമ്പ് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ആ ചാച്ചനെ ഏറ്റവും ബഹുമാനപൂർവ്വം ഇപ്പോഴും അനുസ്മരിക്കാൻ ഞങ്ങൾക്ക് കാരണമായത് ഈ 101 വയസ്സ് പങ്കുവയ്ക്കുന്ന, അല്ലെങ്കിൽ ആ ജന്മദിനം പങ്കുവയ്ക്കുന്ന വെല്ലുമിച്ച് തന്നെയാണ്. വെല്ലുമിച്ച് പങ്കുവച്ചിട്ടുള്ള ആ പാത്രങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വിളമ്പി തന്നിട്ടുള്ള പാത്രങ്ങൾ ഓർക്കുമ്പോൾ അതിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആ പാത്രങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ അമ്മച്ചി പഠിപ്പിച്ചിട്ടുള്ള ആ രീതികൾ തന്നെ മുന്നോട്ട് ഞങ്ങളെ ഈ തരത്തിൽ വളരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ പങ്കുവെക്കലും അല്ലെങ്കിൽ സഹനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കാനായിട്ട് അമ്മച്ചി ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അമ്മച്ചിക്ക് വേണ്ടി അമ്മച്ചി ഞങ്ങളോടൊപ്പം ആയിരിക്കുമ്പോഴും അമ്മച്ചിയുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോഴും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളെ ഈ ഒരു തീരത്തേക്ക് അടുപ്പിച്ചതിലേക്ക്. എൻ്റെ പേര് സോജു. ഞാൻ വല്യമ്മച്ചിയുടെ 3ാമത്തെ മകനായ കുഞ്ഞച്ചൻ്റെ മകനാണ്. എനിക്ക് വല്യമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കുവാനുള്ളത്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വളരെയേറെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ പരിപാലിച്ചു പോന്നിരുന്ന ഒരു വല്യമ്മച്ചിയാണ്. ഞങ്ങളുടെ പേരക്കുട്ടികളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ അതുപോലെ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെയും ഒരു മാതൃകയായിരുന്നു വല്യമ്മച്ചിയും ഞങ്ങളുടെ വല്യച്ചാച്ചനും. അത് ഇപ്പോഴും ഞങ്ങളുടെ തലമുറകളായിട്ട് അത് തുടർന്നുകൊണ്ട് പോകുന്നതിൽ വല്യമ്മച്ചിയുടെയും വല്യച്ചാച്ചൻ്റെ ഒരു വിശ്വാസം, വളരെ ഒരു ദൈവത്തിലുള്ള വിശ്വാസം, അവരുടെ പ്രാർത്ഥനകൾ വളരെ ശക്തിയായിട്ട് ഞങ്ങളുടെ പിന്നിലുണ്ട്. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. 7ാമത്തെ മകനായ തോമാച്ചൻ്റെ മകളാണ് ഞാൻ. അമ്മ ഇപ്പോൾ 101 വയസ്സിൻ്റെ നിറവിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്, ഞങ്ങൾ കൊച്ചുനാൾ മുതൽ പ്രാർത്ഥിക്കാനായിട്ടും ഒരുമയിൽ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഞങ്ങളുടെ വല്യമ്മച്ചിയാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് ഇന്ന് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ 101ാമത്തെ പിറന്നാളാന്ന് പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, അത്രയും വയസ്സായ അമ്മച്ചിയൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന്. കാരണം അവരുടെ ഒന്നും അറിവില്ല ഇത്രയും പ്രായ വല്യമ്മച്ചിമാരില്ല. അല്ലെങ്കിൽ ഇത്ര 101 വയസ്സിൽ മക്കളുടെ കൂടെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന വല്യമ്മച്ചിമാരൊക്കെ വളരെ ചുരുക്കമാണ്. കൂടാതെ ഇത്രയും മക്കൾ, 10 മക്കൾ, അവരുടെ മക്കൾ, ചെറുമക്കൾ, ഒരു വലിയൊരു കൂട്ടായ്മയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ പോലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഒത്തുകൂടാനായിട്ട്. ഇത്രയധികം ആളുകളുടെ ഇടയിൽ ഈ പ്രാർത്ഥനയിലും അതുപോലെ ഞങ്ങളുടെ ജെറിനച്ചൻ്റെയൊക്കെ പട്ടസ്വീകരണത്തിന് സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഒത്തൊരുമിക്കുക, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വല്യമ്മച്ചി ഇനിയും കുറേ അധികം കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ വല്യമ്മച്ചിയുടെ 9ാമത്തെ മകനായ മൈക്കിളിൻ്റെ മൂത്ത മകളാണ്. എൻ്റെ അനിയൻ്റെ പേര് മാത്യു. വല്യമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ അനിയനും സ്കൂളിൽ പോകുന്ന സമയങ്ങളിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വല്യമ്മച്ചിക്ക് ഉമ്മ കൊടുത്തിട്ടാണ് പോകാറുള്ളത്. നല്ല രീതിയിൽ പോയിട്ട് വരിക, സൂക്ഷിച്ച് പോയിട്ട് വരിക എന്നൊക്കെയാണ് വല്യമ്മച്ചിയുടെ അടുത്ത് നിന്ന് വരുന്ന പ്രതികരണം. കുരിശ് വരെയും പ്രാർത്ഥനയും വിശ്വാസവും ഞങ്ങൾ വളർത്തിയെടുത്തത് വല്യമ്മച്ചിയാണ്. എൻ്റെ പേര് സിസ്റ്റർ സുജിത, ASMI.
ഞങ്ങൾ അധികം നാളായാലും ഇവിടെ കോൺവെൻറ്റ് തുടങ്ങിയിട്ട്. എങ്കിലും ഈ കുടുംബമായിട്ട് വളരെ പരിചയത്തിലാണ്. ഇവിടുത്തെ അമ്മച്ചിയെ കാണുവാനായിട്ട് ഞങ്ങൾ പലപ്പോഴും വരുന്നു. അമ്മച്ചി ഞങ്ങളുടെ മഠത്തിൽ വന്ന് മഠം കാണുവാനായിട്ട് വന്നു. അമ്മച്ചിക്ക് വളരെ സന്തോഷമാണ്. ഇവിടുത്തെ മക്കളെല്ലാവരും അമ്മച്ചിയെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് കാരണം അമ്മച്ചിക്ക് സന്തോഷം, മക്കൾക്ക് സന്തോഷം, ഈ ഇടവകയ്ക്കും ഈ പരിസരത്തിനും എല്ലാവർക്കും നല്ല സന്തോഷം, നല്ല കുടുംബം, എല്ലാവരും യോജിച്ച ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ഇടവകപ്പള്ളി വികാരിയച്ഛൻ ഫാദർ അനിൽ കിളിയേലിക്കുടി ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാചാലനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ കുട്ടിത്തറ കുടുംബത്തോടൊപ്പം ഞാനായിരിക്കുക. ഈ ഇടവകയെ സംബന്ധിച്ച് ഈ അമ്മച്ചിയുടെ മക്കൾ 7 മക്കൾ ഈ ഇടവകയുടെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുകയാണ്. ഈ ഇടവകയിൽ ഒത്തിരി ഇടവകയോട് ചേർന്ന് ഒത്തിരിയേറെ പ്രവർത്തിക്കുന്ന, ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ കുട്ടിത്തറ കുടുംബം. അമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ മാസവും ഞാൻ കുർബാനയ്ക്ക് കൊടുക്കാൻ വരാറുണ്ട്. ആ കുർബാനയ്ക്ക് കൊടുക്കാൻ വരുമ്പോൾ ഏറ്റവും ഭക്തിയോടുകൂടെ സ്നേഹത്തോടുകൂടെ അമ്മച്ചി കുർബാന സ്വീകരിക്കുന്നത് കാണുമ്പോൾ, അതുപോലെ തന്നെ ഓരോ മക്കളിലൂടെ അല്ലെങ്കിൽ ഓരോ മക്കളെയും നോക്കുമ്പോൾ ആ അമ്മച്ചിയുടെ വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും തെളിച്ചം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മക്കൾ ഒരാൾ മതാധ്യാപകനാണ്, ഒരാൾ ചെമ്മതോർ ആയിട്ട് സേവനം ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും പള്ളിയുടെ എന്ത് ആവശ്യത്തിനും വളരെ സ്നേഹത്തോടു കൂടി കടന്നു വരുന്നവരാണ് ഈ കുടുംബത്തിലെ ഓരോ വ്യക്തികളും. ഇടവകയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അമ്മച്ചിക്കും കുടുംബത്തിനും നേരുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയാണ് ഈ കുടുംബം. ഹൃദയൈക്യത്തിലുള്ള ഇവരുടെ പ്രാർത്ഥനയും ഒത്തുചേരലും കാണുമ്പോൾ നമ്മുടെ ഹൃദയവും ആനന്ദത്താൽ നിറയുന്നു. കുടുംബം ഒരു മനോഹര 11 മക്കളെയും പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർത്തിയ ഇവരുടെ മാതാപിതാക്കൾ ചില നല്ല പാഠങ്ങൾ സമൂഹത്തിന് നൽകുകയാണ്. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബം ഒരു ഗാനം, സ്നേഹ സമ്മാനം. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. സ്നേഹമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി 101ാമത്തെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കേക്ക് മുറിക്കാൻ നമ്മൾ പോവുകയാണ്. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പ്രാർത്ഥന നടത്താം. അതിനുശേഷം നമുക്ക് കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്നേഹപിതാവായ ദൈവമേ, ഈ ദിവസം ഞങ്ങൾ ഓരോരുത്തരും വളരെ നന്ദിയോടുകൂടെ ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മച്ചി 101ാമത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിന്, അങ്ങയുടെ പ്രത്യേകമായ കാരുണ്യത്തിന് അമ്മച്ചിയോടൊപ്പം ചേർന്ന് ഈ കുടുംബം മുഴുവൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബത്തിൽ 10 മക്കളുടെ അമ്മയായി ഈ ഇടവകയിൽ വലിയൊരു സാന്നിധ്യമായി ഈ ഇടവകയെയും സമൂഹത്തെയും കുടുംബത്തെയും അമ്മ നയിക്കുകയായിരുന്നു. നല്ല ദൈവമേ, ഇനിയും ഒത്തിരി പേർക്ക് പ്രതീക്ഷയും ഒത്തിരി പേർക്ക് ആശ്വാസവും ഒത്തിരി പേർക്ക് പ്രാർത്ഥനയുടെ പ്രചോദനവുമായി ഈ അമ്മ മാറട്ടെ എന്ന് അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അമ്മയുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ ബർത്ത്ഡേയുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി അമ്മച്ചിയുടെ ഏറ്റവും മൂത്ത മകൻ അമ്മച്ചിക്ക് ഒരു പൂ കൊടുക്കുന്നതായിരിക്കും. അമ്മച്ചിയൊരു പൂ എടുക്കുക. അതുപോലെ തന്നെ മൂത്ത മകൾ അമ്മച്ചിയെ ഒരു പൊന്നാടയാണ് ഈ ആദരിക്കുന്നത്.
പ്രിയമുള്ളവരെ, നമുക്ക് ഒരു നല്ല സന്ദേശം, മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ള ഒരു സന്ദേശം ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ പോളി കണ്ണൂക്കാടൻ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ സമ്പത്തും തങ്ങൾക്കുള്ളതൊക്കെ മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമികതയും അനീതിയുമാണ്. കാരണം തങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മക്കൾ കരുതലുള്ള സ്നേഹം പ്രകടമാക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. 4 തലമുറകളിൽപ്പെട്ട 95 പേരടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ വിളക്കാണ് ഈ അമ്മ. എന്തൊരു സന്തോഷമുള്ള കുടുംബം. ജീവിത പങ്കാളി 34 വർഷം മുമ്പ് മരിച്ചെങ്കിലും അതിനുശേഷം ഈ അമ്മ ഒരുപാട് തനിയെ ഭാരം വഹിക്കേണ്ടി വന്നു. പക്ഷെ അതൊക്കെ മക്കൾ മറന്നിട്ടില്ല. ജീവിതം കൊണ്ട് തീർത്താൽ തീരില്ല മാതാപിതാക്കളോടുള്ള കടമ എന്ന് ഈ മക്കൾ തെളിയിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടായ്മയുടെ കുടുംബം, സഹോദരങ്ങൾ തമ്മിലും സ്നേഹവും യോജിപ്പുമുള്ള കുടുംബം. ഇത്തരം കുടുംബങ്ങൾ ഇന്ന് അപൂർവമാണ്. എല്ലാ കുടുംബങ്ങൾക്കും ഈ കുടുംബം ഒരു മാതൃകയാണ് താൻ. ഈ നല്ല അമ്മയ്ക്കും അമ്മയുടെ 4 തലമുറകളിൽപ്പെട്ട മക്കൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല കുടുംബത്തെ പരിചയപ്പെടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.